ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പിസ്സ ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഒരിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള പിസ്സ ഫ്രൈസാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഇല്ലാതെയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതും സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഈ റെസിപ്പിയിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനെടുത്തത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഫ്രൈ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സെയിം 2 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നു വേണ്ട. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യുന്നത്. പിന്നെ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് വേണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ പിസ്സ ഫ്രൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ ഇല്ലാതെയും നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.